നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓശാന ഞായറിൽ ഏറ്റവും ദുഃഖമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് ഈ മണിക്കൂറിൽ. വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ വിവരമാണ് പുറത്തുവരുന്നത്. 2 മരണമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോഴത് 3 മരണമായി എന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. ലില്ലി 63 വയസ്സുകാരി, റയാൻ 9 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. പുലർച്ചെ 4:30 കൂടിയായിരുന്നു സംഭവം. ശനിയാഴ്ച രാത്രി 7 മണിയോടുകൂടിയായിരുന്നു ഓലൂരിൽ നിന്ന് സംഘം തീർത്ഥാടനത്തിന് തിരിച്ചത്. കുട്ടികളടക്കം 51 യാത്രക്കാരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. തഞ്ചാവൂരിനടുത്ത് ഓർത്തനാട് വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് ബാരിക്കേഡിൽ ഇടിച്ച് ചെങ്കുത്തായ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. 40ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇവരെ മണ്ണാർക്കുടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതായാണ് വിവരം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എല്ലാവരും ഉറക്കത്തിലായതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കൂടുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഒലൂരിൽ നിന്നും വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയ സംഘമാണ് സഞ്ചരിച്ച ബസ്സാണ് 4:30 മറിഞ്ഞത്. നെല്ലിക്കുന്ന് സ്വദേശികളായ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ആദ്യം 2 പേരായിരുന്നുവെങ്കിൽ പിന്നീട് 3 റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ഒരു മരണനിരക്ക് അല്ലെങ്കിൽ ആ ഒരു അപകടത്തിന്റെ ആഘാതം കൂടാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. എന്തായാലും ജീവൻ ഒരുപാട് നഷ്ടപ്പെടാതിരിക്കട്ടെ, ജീവൻ പോവാതിരിക്കട്ടെ, ചെറിയ പരിക്കുകളോടുകൂടി രക്ഷപ്പെടട്ടെ എന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. തമിഴ്നാട്ടിലെ മന്നാർകുടിയിൽ വളവ് തിരിയുന്നതിനിടെയാണ് ബസ് മറിയുന്നത്. ഇന്ന് പുലർച്ചെ 4:30 അപകടം നടന്നത്. തഞ്ചാവൂരിന് സമീപം ഒറത്തനാട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം. ബസ് പാതയോരത്തെ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. 55 വയസ്സുള്ള ഒരു സ്ത്രീയും 8 വയസ്സുള്ള ഒരു കുട്ടിയും മറ്റൊരു സ്ത്രീയുമാണ് മരിച്ചത്. 40 പേർക്കാണ് പരിക്ക് ഉള്ളത്. അപകട സമയത്ത് ബസ്സിനുള്ളിൽ 51 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. മറ്റാൾക്കാർക്കും യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഗുരുതരാവസ്ഥയിലല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഡ്രൈവർക്കും കൂടെ ഉണ്ടായിരുന്ന ആൾക്കും പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അപകട സമയത്ത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ബസ് ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. പട്ടിക്കാടുള്ള KV ട്രാവൽസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.